ഹലോ, നമ്മുടെ PC അപ്ഡേറ്റ് ചെയ്യണം. അതിന് മുമ്പേ കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്, ഒരുപാട് നാളായി. നിങ്ങൾക്കറിയാം, എൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഇതിൽ നിന്നും ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ വർക്കും കാര്യങ്ങളും വർക്ക് ലോഡും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോലും വീഡിയോ റെൻഡറിങ്ങിലാണ്, എഡിറ്റ് ചെയ്തിട്ട് റെൻഡറിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ടൈം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. നമ്മുടെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വെച്ച വീട്ടിൽ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മുറിയുണ്ട് ഇവിടെ. അപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല, അത്യാവശ്യം തട്ടിക്കൂട്ടി ഒന്ന് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. പക്ഷേ ഓക്കെ, ക്യാഷിൻ്റെ ഒരു പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എന്തൊക്കെയായാലും വീട്ടിലെ ഒരു ടൂറും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവരെയും കാണിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പാലേജിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാണിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കാനുള്ള ടൈമോ ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡിയോയും കൂടി സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത് എല്ലാവരെയും വീട് കാണിക്കണമെന്നുള്ളൊരു ഇതിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് കളയാം. ഓക്കെ, അത് വിട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ PC ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. PC അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സ്പെക്കും കാര്യങ്ങളൊന്നും പറഞ്ഞ് ടൈം കളയുന്നില്ല. അപ്പോൾ മെയിനായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ വൈഫൈ. അതിനകത്ത് വൈഫൈ ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എതർനെറ്റിൻ്റെ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്യും. അല്ലാത്ത സിറ്റുവേഷനിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് കേബിൾ വലിച്ചുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ മൊബൈലിൽ വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം മൊബൈലിൽ USB ടെതറിങ് ചെയ്താണ് സാധാരണ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ അപ്ഗ്രേഡ് ചെയ്യുവാണല്ലോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ജസ്റ്റ് എനിക്ക് തോന്നുന്നു, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൽ 1000 സംതിങ് കൊടുത്തിട്ടുണ്ട്. 1200 300 ഒക്കെ കൊടുത്തിരിക്കുന്നത്. അത്രയൊന്നുമില്ല, നമുക്കൊരു 600 അതിനകത്തൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതൊരു വൈഫൈ കാർഡാണ്. വൈഫൈ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മദർ ബോർഡിൽ കറക്റ്റ് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന വൈഫൈ കാർഡ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമുക്ക് വൈഫൈ കാർഡ് വേറെയും വിധത്തിൽ കിട്ടാറുണ്ട്. പെൻ ഡ്രൈവ് പോലെ ചെറിയൊരു ചിപ്പ് സെറ്റ് കണക്ക് പെൻ ഡ്രൈവിൻ്റെ ഹോളിൽ ഇങ്ങനെ കുത്തിയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് വൈഫൈയുടെ നെറ്റ്വർക്കിന് പല പല ഇഷ്യൂസ് വരും. ചിലപ്പോഴൊക്കെ കട്ടായി പോകും. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. അതിനൊക്കെ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഇത് 150 MB/s, അറിയത്തില്ല, യൂസ് ചെയ്ത് നോക്കണം. 150 MB/s കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ജിയോയുടെ ആണ്. 30 MB/s ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം അത് മതി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇതിൽ ബോക്സിൻ്റെ ഫ്രണ്ടിലൊന്നും നോക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് മദർ ബോർഡിൽ കണക്ട് ചെയ്യേണ്ട കാർഡാണിത്. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽസ് വേറെ ഒന്നും പറയാനില്ല. വേറെ പ്രത്യേകിച്ച് പറയാൻ നോക്കട്ടെ. ഓക്കെ, 3 year വാറണ്ടി. 3 year വാറണ്ടിയാ? സോറി, ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് നോക്കിയിട്ടില്ല. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിന് കൂടുതലും ഈ മൗസ്, കീബോർഡ് ഇതിനൊക്കെ നല്ല കൂടിയ കമ്പനി നമ്മൾ എടുത്താൽ മാത്രമേ നമുക്കൊരു വാറണ്ടി കിട്ടും. അല്ലെങ്കിൽ 6 മാസം 2 മാസം 1 വർഷത്തിനകത്തൊക്കെയാണ് നമുക്ക് വാറണ്ടി കിട്ടുന്നത്. ചിലതിന് വാറണ്ടിയെ കിട്ടില്ല. കാരണം അത്രയും നല്ല കൂടിയതൊക്കെ എടുക്കണം. കൂടിയതെടുക്കുന്നവർക്ക് അറിയത്തില്ല അതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതിന് 3 year വാറണ്ടി ഉണ്ട് കേട്ടോ. ഞെട്ടിച്ചോളാം, കുഴപ്പമില്ല, കൊള്ളാം. എനിക്കറിയില്ല, ചിലപ്പോൾ ഇത് കുറവാണോന്ന് അറിയില്ല കേട്ടോ. ഈ 3 വർഷം ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന് 3 വർഷം കുറവാണോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം കുറച്ചൊക്കെ കമ്പനി ആണെങ്കിലും അതിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത്രയും വാറണ്ടി കിട്ടാറില്ല സത്യത്തിൽ. ഓക്കെ, എന്തൊക്കെയാണ് തുറന്നത്. പക്ഷേ ഞാൻ സംസാരിച്ച നീണ്ടു പോകാട്ടോ. കാരണം കുറേ നാളെ വീഡിയോ ഇട്ട് അപ്പോൾ സംസാരിച്ചപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ അതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ പറഞ്ഞ പരാതി അന്നും മുമ്പ് ഇതായിരുന്നു. ബോക്സ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ അത് വലിച്ച് കീറി പൊട്ടിച്ച് നോക്കും. സാധനം എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതിപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ബോക്സിനകത്ത് ഇങ്ങനെയാണ് വന്നത്. ഇത് ഫുള്ള് റാപ്പ് ചെയ്തിരുന്നു കേട്ടോ. ഒരു കവറിട്ട് റാപ്പ് ചെയ്തിരുന്നു. അതായത് വെള്ളം വീണാലും നനയാത്ത ഇത് നല്ല പാക്കിംഗ് ആയിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പാക്കിങ് ഇലക്ട്രോണിക് ഉപകരണം ആയതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും ആസ് യൂഷ്വൽ അത് നല്ല രീതിയിൽ പാക്ക് ചെയ്താണ്. ഒന്നാമത് ഞാൻ വലിച്ചേറി കളഞ്ഞാണ്. ഓക്കെ, നമ്മുടെ മെയിൻ ഐറ്റം ഇങ്ങനൊരു കവറിലാണുള്ളത്. സ്റ്റാൻഡേർഡ് കവറാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്തുള്ളത്
ഒരു ക്ലാമ്പ് ബോഡി ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ക്യാബിനുണ്ടല്ലോ, ഇതിൻ്റെ ക്യാബിനിൽ ഇതിലൊരെണ്ണം ഓൾറെഡി വെച്ചിട്ടുണ്ട്, അവരെ ഞാൻ കാണിച്ചു തരാം. ഇത് ക്യാബിനിൽ വെക്കേണ്ട സാധനമാണ്. ഇത് സ്ക്രൂ ചെയ്ത് അതിനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളതാണ്, ഞാൻ പറഞ്ഞു തരാം അത്. പിന്നെ ഇതിനകത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസർ മാനുവലും ആസ് യൂഷ്വൽ എല്ലാത്തും തരുന്ന ഒരു യൂസർ മാനുവൽ. അതിൻ്റെ ആവശ്യമില്ല, ബിൽഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് ഉപയോഗപ്പെടും കേട്ടോ. അല്ലെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, വീഡിയോസ് ഒരുപാട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു CD സോഴ്സ് കോഡ്. എനിക്ക് തോന്നുന്നു കാർഡ് കുത്തിയതിന് ശേഷം ഇതിൽ വല്ലതും ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ, അത് നോക്കണം. ഇനി ഇതിന് ഇൻസ്റ്റാളേഷന് വേണ്ടി മാത്രമുള്ള CD ആണോ അതോ ഇനി ഇതിൽ നിന്നും വല്ലതും ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടോ എന്നെനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് അപ്പോഴും നോക്കാം. അത് ഞാൻ ജസ്റ്റ് ഈ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലാമ്പ് അഡീഷണൽ തന്നിട്ടുണ്ട്, അതിവിടെ ഇരിക്കട്ടെ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ വൈഫൈ കാർഡ് കേട്ടോ. ഈ ഭാഗമാണ് നമ്മുടെ മദർ ബോർഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളവർ ബോറടിക്കുന്നുണ്ടായിരിക്കും. ഞാൻ വൈഫൈ കാർഡ് ആദ്യമായിട്ടാണ് കയ്യിലെടുക്കുന്നത് കേട്ടോ. കാരണം എൻ്റെ മദർ ബോർഡിൽ വൈഫൈ കാർഡ് ഇല്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല. വൈഫൈ ഉള്ള മദർ ബോർഡല്ല എൻ്റെത്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ PC മൊത്തം ഞാൻ തന്നെയാണ് ചെയ്തത്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാധനമൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഒരു അപ്ഡേഷൻ, അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അപ്ഡേഷൻ. ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിലാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ടി, ഭയങ്കര പാടാണ് ലാപ്ടോപ്പിൽ. നമുക്ക് അത്രയും ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ലാതെ ഭയങ്കര പാടാണ്, അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ടാണ് ഒരു അപ്ഗ്രേഡ് ചെയ്ത് മാറാമെന്നുള്ളൊരു പ്ലാൻ എടുത്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ആൻറ്റിന ഉണ്ട്. ഇത് നമുക്ക് ഊരി മാറ്റി, നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഇത് ഊരി നമ്മൾ വെച്ചിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കണ്ടോ. പിന്നെ ഇവിടെ ഒരു 2 സ്ക്രൂ ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഇത് ഊരി കഴിഞ്ഞാൽ ഈ ഒരു ക്ലാമ്പ് ഉണ്ടോ, ഇതിന് പകരമുള്ള ക്ലാമ്പാണ് ഇത് കണ്ടോ. ഇത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഊഹമാണ്, കറക്റ്റായിരിക്കും തോന്നുന്നു, നമ്മുടെ ക്യാബിനില്ലേ, കമ്പ്യൂട്ടറിൻ്റെ ക്യാബിൻ, മദർ ബോർഡ് വെക്കുന്ന ക്യാബിനിലാണ് ഇത് ഈ സ്ക്രൂ ചെയ്ത് വെക്കുന്നത് സാധാരണ. അപ്പോൾ അങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ മദർ ബോർഡിൽ ഇങ്ങനെ കുത്തിയിട്ടാണ് ഇത് സ്ക്രൂ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ചില ചെറിയ ക്യാബിനുകൾ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാമ്പ്. സെയിം ക്ലാമ്പാണ്, കണ്ടാൽ അറിയാം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് സെയിം ക്ലാമ്പാണ് രണ്ടും. അപ്പോൾ ഈ ക്ലാമ്പ് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അത് ഊരിയിട്ട് ഇതങ്ങ് മാറ്റാം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം കണ്ടോ. ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെക്കാനുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ക്യാബിനിലൊക്കെ വെക്കാനായിരിക്കാം ആസ് യൂഷ്വൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെ തന്നെ ഡ്യുവൽ, ഈ ആൻറ്റിന ഡ്യുവലായിട്ടൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു MB/s ഭയങ്കര സ്പീഡ് കൂടുതലാണ്. അത് 1000 അടുപ്പിച്ചൊക്കെ ആവും. ഇത് 500-600 എന്തോ ആണ് അതിൻ്റെ റേറ്റ്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിർത്താം. ഇതിൽ 150 MB/s ആണ്. മറ്റേതൊക്കെ കുറച്ചുകൂടി കൂടുതലുണ്ട്, ഹൈ ലെവലിലാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാനിത് ആൻറ്റിന ഇതൊന്ന് കാണിക്കാം, കാർഡൊന്ന് കാണിക്കണം എന്നുള്ളത്. ഇനി ഓരോ സാധനമായിട്ട് വരുന്നുണ്ട്, അത് ഓരോന്ന് ഞാൻ അൺബോക്സ് ചെയ്യും കേട്ടോ. കുറേ സാധനങ്ങൾ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. റാം വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ വീട്ടിൻ്റെ ടൂറും കാര്യങ്ങളും എല്ലാം ഒരുപാട് പറയാനുണ്ട്, ഒരുപാടായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പം തന്നെ ലെങ്തായി. അപ്പോൾ വെറുതെ അത് പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.